മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നലെ ഞാൻ വീഡിയോ ലേറ്റായിട്ട് ചെയ്തുകൊണ്ട് പലരും വീഡിയോ കണ്ടില്ല. നോ പ്രോബ്ലം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതിപ്പം കുറേ പേര് കണ്ടില്ല എന്ന് പറഞ്ഞ് ഇനി എൻ്റെ കഞ്ഞി വേവാമെന്ന് ഇരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് വെട്ടിയിട്ട വാഴ പോലെ നേരെ താഴോട്ട് വന്നു. ഒരൊറ്റ ക്യാൻഡിലെ തന്നെ ഏകദേശം 628, 500, ഏകദേശം 100 പോയിൻറ്റിനടുത്ത് ഒറ്റ ക്യാൻഡിലെ തന്നെ 100 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഫോൾ ചെയ്തു. പക്ഷേങ്കിൽ ഈ ഫോളിൻ്റെ അവിടെ നല്ല സുന്ദരമായിട്ട് ഒരു പെർഫെക്റ്റ് ട്രേഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പെർഫെക്റ്റ് ട്രേഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 24,612 സപ്പോസ് ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ആയിരിക്കണം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,534 റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എത്ര പേർ ഓർക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നറിയത്തില്ല. അത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോവുകയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അതിന് ശേഷം വന്ന് കറക്റ്റായിട്ട് നമ്മുടെ ലൈൻ 24,534 വന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്തു മാർക്കറ്റ്. അതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതിന് മുകളിൽ നമുക്ക് ഒരു ക്ലോസിങ് കിട്ടി ഇല്ലേ. ഇപ്പോൾ എന്താണ് 100 പോയിൻ്റ് ഒറ്റയടിക്ക് താഴോട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം അവിടെ നിന്നൊരു റിവേഴ്സൽ വന്നു. ഒരു പക്ഷെങ്കിൽ 2 ഓപ്ഷൻ അവിടെ ഉള്ളത്. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അവനിവിടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഒരു ട്രേഡിന് ട്രൈ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് സുന്ദരമായിട്ട് ഒരു 10-20 പോയിൻ്റ് കിട്ടാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുത്തോ ഇല്ലയോ ഉള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ക്രൈറ്റീരിയ ഫുൾഫില്ലായിരുന്നു. എങ്കിലും നമ്മൾ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എൻ്റെ തള്ളിന് വേണ്ടി ഞാൻ തള്ളി മറിക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ പറയാം, രണ്ടാമത്തെ ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമായിരുന്നു, പെർഫെക്റ്റ് ട്രേഡായിരുന്നൊക്കെ പറയാമായിരുന്നു. ഓക്കെ, പക്ഷേങ്കിൽ ഈ പറയുന്ന ഞാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണതിന് ശേഷം നിങ്ങൾ ട്രേഡ് എടുക്കാമെന്ന്. അപ്പം ഒരേ വായിൽ 2 വർത്താനം എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ കരയ്ക്കിരുന്ന് താളം അടിക്കാൻ വലിയ മിടുക്കായിരിക്കും, പക്ഷേ മാർക്കറ്റിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുത്തവർക്ക്, റിസ്കി ട്രേഡ് എടുത്തവർക്ക് റിവാർഡ് കിട്ടി കാണും, ഇല്ലാത്തവർ കരയ്ക്കിരുന്ന് കളി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേ, എന്തായാലും മാർക്കറ്റ് അവിടുന്ന് നമ്മളുടെ ഈ പറയുന്ന 24,534 ഒരിക്കലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇന്നലെയും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഈ ട്രെൻഡ് ലൈൻ വളരെ ക്രൂഷ്യലാണ്. പലപ്പോഴും ഈ ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്ത ട്രെൻഡ് ലൈനാണ്. ഇതിന് താഴോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് മേലോട്ട് പോയി തിരിച്ച് നമ്മുടെ ലൈൻ 24,521 വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ച് കയറിപ്പോയി. ഓക്കെ, ഈ തിരിച്ച് കയറിപ്പോയപ്പം നിങ്ങൾക്ക് ട്രേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രേഡില്ല. ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിലും ട്രേഡിന് വലിയ ക്യാൻഡിലാണത്. ഏകദേശം വലിയ ക്യാൻഡിലിൽ നമുക്ക് അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ മാർക്കറ്റ് പോയി തിരിച്ചു വന്ന് റീടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടി. കാണാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക്, പെന്നൊന്നും എടുത്തില്ല. ഈ ഒരു ക്യാൻഡിൽ ഒരു പെർഫെക്റ്റ് ക്യാൻഡിലായിരുന്നു അല്ലേ, ഒരു പെർഫെക്റ്റ് ക്യാൻഡിലായിരുന്നു. അവിടെ നമുക്ക് ഒരു ബിഗിനേഴ്സിന് അവിടെ എന്താണ്ട് അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് പോയി മേലോട്ട് പോയി അതിനുശേഷം വന്ന് റീടെസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ അതേ ലൈനിൽ തന്നെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ലൊരു അപ്സൈഡ് തന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇതും വേണമെങ്കിൽ ട്രേഡ് എന്ന് പറയാം. പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് അത്ര പോരാ ആ ട്രേഡ്. കാരണം ഈ ലൈൻ്റെ മുകളിൽ നമുക്ക് 80% ബോഡി ഉണ്ട്. പക്ഷേങ്കിൽ അത് റിസ്കി ട്രേഡാണ്, സേഫ് ട്രേഡല്ല. ഓക്കെ, സ്റ്റോപ്പ് അടിവാണെങ്കിൽ നമുക്ക് നഷ്ടം വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ സേഫ് ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു സേഫ് ട്രേഡ് ഇതാണ്. ഇല്ലെങ്കിൽ ഈ റീടെസ്റ്റിന് ശേഷം ഉള്ള രണ്ടാമത്തെ സേഫ് ട്രേഡ്. ഈ രണ്ടും സേഫ് ട്രേഡായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ എത്ര പേര് എടുത്തുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എടുത്തിയ എമൗണ്ട് ഒന്നും പറയണ്ട, നിങ്ങൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വളരെ
മൂഡ് ഔട്ടായിരുന്നു. മൂഡ് ഔട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ പലരും ഒരു ഞരമ്പ് രോഗി എന്ന് തന്നെ പറയാം. ആ ഞരമ്പ് രോഗി ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആ ഞരമ്പ് രോഗി 2 നമ്പറിൽ നിന്ന് പലർക്കും മെസ്സേജ്. അപ്പോൾ ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഇന്നലെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് പുള്ളി ഞാനത് ചോദിക്കുമ്പോൾ തന്നെ പുള്ളി എന്നെ ചാടിക്കടിക്കാൻ വരിക. ഓക്കെ, അത് ചിലപ്പം പോയി കാണും, എൻ്റെ കൊച്ചായിരിക്കും, അങ്ങനെയാണ് മാടെ കോടമ്പറമ്പയിൽ ഡയലോഗ് പറഞ്ഞു. ഞാനിതൊന്നും പുള്ളിയോട് ചോദിച്ചത്, ഞാൻ നിങ്ങൾ എന്തിനാണ് വിളിച്ചത്, എന്തിനാണ് മെസ്സേജ് അയച്ചെന്ന് മാത്രമേ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഉടനെ എന്നോട് നിങ്ങൾ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ആണോ, നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പ് നടത്തുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം പറയാം, എനിക്ക് പെയ്ഡ് ഗ്രൂപ്പ് ഇല്ല. ഇന്നും ഒരാൾ ചോദിച്ചു, ആ പുള്ളിക്ക് പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ടോ അന്വേഷിക്കുകയാണ്. എനിക്ക് പെയ്ഡ് ഗ്രൂപ്പ് ഇല്ലപ്പാ, ഉള്ള കാര്യം തുറന്ന് പറയാം. എനിക്ക് പെയ്ഡ് ഗ്രൂപ്പില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക എനിക്ക് പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം. ഇതിൽ കൂടുതലാണ്. ഞാൻ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല. ഞാനത് ഓൾറെഡി പറയുന്നുണ്ടല്ലോ. എൻ്റെ വീഡിയോയുടെ ആദ്യവും ഞാൻ വെണ്ടക്കാശ് ചെയ്തിട്ടുണ്ട്, ഞാൻ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല. ഞാൻ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഒരു കോൾ തരുന്നുണ്ടോ? ഇല്ല, ഒരു കോൾ പോലും തരുന്നില്ല. അല്ല ഇന്നത് എടുക്കാൻ പറയുന്നുണ്ട്. പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, സാറേ പി എടുക്കട്ടെ, സി എടുക്കട്ടെ, ഇത് ഹോൾഡ് ചെയ്യണോ? ഞാൻ ഇവരോടൊന്നും റിപ്ലൈ ചെയ്യാറില്ല. ഞാൻ എൻ്റെ വ്യൂ പറയുന്നു. ഞാൻ എൻ്റെ പ്രൈസ് ആക്ഷൻ പ്രകാരം ചാർട്ടിൽ കാണുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിവിടെ ഒരു കോള് കൊടുക്ക പരിപാടിയോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വേറെ എന്തെങ്കിലും പരിപാടിയോ ഒന്നും നടത്തുന്നില്ല. ഓക്കെ, ഞാൻ ചാർട്ടിൽ കാണുന്നത്, മറ്റേ കാണിപ്പേര് കളത്തിൽ കാണുന്നത്, കബഡി കാണുന്നത് നമ്മൾ പറയുന്നു. നമ്മുടെ കബഡി ഈ പറയുന്ന ചാർട്ടാണ്. ആ കബഡിക്കകത്തിൽ എന്താണ് തെളിയുന്നത് അത് ഞാൻ പറയുന്നു. ഒരു പക്ഷേ ശരിയാകാം. എല്ലാ ജ്യോത്സ്യന്മാരുടെയും പ്രവചനം ശരിയാണെന്ന് നിർബന്ധമില്ല. അങ്ങനെ അണക്കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് കബഡിയിൽ തെളിയുന്നത് നമ്മൾ പറയുന്നു. അത് ഒരു പക്ഷേ കുറച്ച് ശരിയാകാം, ഒരു പക്ഷേ തെറ്റാകാം. കാരണം നമ്മൾ ദൈവമൊന്നുമല്ല എല്ലാം ശരിയായി പോകാൻ. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അവിടെ വിടുക. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത്. അപ്പോൾ ഇപ്പോൾ ഞരമ്പ് രോഗിയുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഈ ഞരമ്പ് രോഗി, അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ ഇന്നലെയും മെസ്സേജ് ഇട്ടപ്പോഴാണ് ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതും ഓൺലി സ്ത്രീകളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതായത് ഇതിലൊക്കെ വലിയ രസം. ഓക്കെ, എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് വേറെ വൃത്തികേടൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ മെസ്സേജ് അയക്കുന്ന ഈ ഗ്രൂപ്പ് എങ്ങനെയുണ്ട്, ഈ ഗ്രൂപ്പിൽ പെയ്ഡ് കോൾ കൊടുക്കുന്നുണ്ടോ, ആക്യുറസി എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് അവൻ അറിയേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അപ്പം അത് ഇനിയിപ്പോൾ വേണ്ടവർ കൈകാര്യം ചെയ്തോളൂ. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ മറിഞ്ഞിരിക്കുന്ന, ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മറിഞ്ഞിരിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ പുറത്തു പോകും. ഒക്കെ ഞാൻ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഇന്നും ഒരാളെ കിട്ടി. അപ്പോൾ ഇന്നൊരാൾ വളരെ ഡീസൻ്റായിട്ട് അഫയർ ചെയ്തത്. അപ്പം പറഞ്ഞു, സാർ ഒരാൾ എനിക്ക് മെസ്സേജ്, സാർ ഇന്നൊരാൾ എനിക്ക് ഇതുപോലെ ലിങ്കും ഈ ചാനലുകളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, അത് ഞാൻ അയച്ചിട്ടുണ്ട്. എന്തിനാടെ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? ഓക്കെ, വരിക, എന്തെങ്കിലും ഇവിടുന്ന് വില കിട്ടുന്നെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോവുക. അതല്ലാതെ ഈ എന്തിനാ ഇങ്ങനെ വെറുതെ ചൊറിയാൻ നിൽക്കുന്നത്? വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, അപ്പോൾ ഇത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഈ ചാനൽ കൊണ്ട് പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അവരുടെ എന്താ പറയുക, കഞ്ഞുകൂടി മുട്ടുന്നു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അതായിരിക്കാം അതിൻ്റെ കാരണം. ഇനി എന്തായാലും അത് പോട്ടെ. അപ്പോൾ ഇനിയും വരുവാണെങ്കിൽ അടുത്ത കാര്യം നമുക്ക് അടുത്ത വഴി നോക്കാം. അവർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി നാളെ എന്താണ് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ തമ്പനയിൽ അത് പറഞ്ഞേക്കുന്നുണ്ട്, 2 പേരാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് GST, രണ്ടാമത്തെ കാര്യം ട്രംപ്. ഓക്കെ, ട്രംപ് കട്ടക്കലിപ്പിലാണ്. നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ GST ഉണ്ട്. അപ്പോൾ ഇതിലാര് വിജയിക്കും എന്നുള്ളതാണ് നാളെ ചോദ്യം. അപ്പോൾ നാളത്തെ മാർക്കറ്റ് വളരെ ക്രൂഷ്യൽ മാർക്കറ്റായിരിക്കും. നാളത്തെ മാർക്കറ്റ് വളരെ ക്രൂഷ്യൽ മാർക്കറ്റായിരിക്കും. അപ്പം നാളെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം GSTയുടെ പല ഔട്ട്കമ്മും വരുന്നുണ്ട്. GSTയുടെ മീറ്റിംഗ് നാളെയാണ് തീരുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട്, അതിൻ്റെ ഏതൊക്കെ ഐറ്റംസിനാണ് GST കൂടുന്നത് കുറയുന്നത് എന്നുള്ള ഫൈനൽ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ഇതിനനുസരിച്ചിരിക്കും മാർക്കറ്റ് ഏതൊക്കെ ഐറ്റങ്ങൾക്കാണ്. ഇപ്പം മാർക്കറ്റിൽ പറഞ്ഞു കേൾക്കുന്നത് പാക്കറ്റ് ഫുഡുകൾക്കെല്ലാം വില കുറയും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ ഐറ്റം, ഞാൻ എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ കാറുകളുടെ വില, അപ്പോൾ ഏതൊക്കെ ടൈപ്പുള്ള കാറാണ്, ഏതൊക്കെ കാറ്റഗറി വരുന്ന കാറുകൾക്കാണ് വില കുറയുന്നത്, അത് ഇൻഷുറൻസിൻ്റെ GST എടുത്ത് കളയുന്നു പറയുന്നത്, അങ്ങനെ പലവിധ കാര്യങ്ങളിങ്ങനെ പറക്കുന്നുണ്ട്, റൂമറുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം നാളെ മാത്രമേ അറിയത്തുള്ളൂ. ഇനി എന്തായാലും മാർക്കറ്റിന് ശേഷം മാത്രമേ ഒരു പക്ഷെങ്കിൽ ഇത് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ. കാരണം മാർക്കറ്റിനിടയിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
അപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് നാളത്തെ മാർക്കറ്റിലായിരിക്കും. എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു റൂമർ കറങ്ങി നടക്കുന്നതുകൊണ്ട് മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റിയുടെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ കൂടെ പോകാനേ പറ്റത്തുള്ളൂ. എനിക്കത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതിനുശേഷം മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ട്രംപ് അടുത്ത ഒരു സാങ്ഷൻ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നവരുടെ മണ്ടയ്ക്ക് അടിക്കും, അല്ലെ റഷ്യയുടെ മണ്ടയ്ക്ക് അടിക്കും എന്നൊക്കെ ഒരു ഭീഷണി ഇങ്ങനെ മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പിന്നെ പ്രാവർത്തികമാകും എന്നെനിക്കറിയത്തില്ല. ഇതിപ്പോൾ തന്നെ ചൈന, റഷ്യ, ഇന്ത്യ ആ ഒരു പിന്നെ കൂട്ടുകെട്ടിനെ ഒരു പക്ഷെങ്കിൽ ട്രംപ് ഭയക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഭയക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അത് അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്, വലിയ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ്. അപ്പം ധാരാളം പ്രോഡക്റ്റുകൾ ഇവിടെ മാർക്കറ്റിംഗ് സാധ്യതയുള്ളൊരു ഒരു വിപണിയാണ് നമ്മുടെ ഇന്ത്യയുടെ. അപ്പോൾ അതിനെ ഒരിക്കലും കൈവിടാൻ അവർ ഒരിക്കലും തയ്യാറാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നെഗോഷിയേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതിനിടെ തന്നെ നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട് നവംബറിൽ അമേരിക്കയായിട്ടുള്ള കരാറുകൾ ഏകദേശമൊക്കെ ശരിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിനിടയിൽ നെഗോഷിയേഷൻസ് നടക്കും. അപ്പം അതിനിടയിൽ ഇത് ഒരു സമവായത്തിലെത്തും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒത്തിരി നാൾ ഇതങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും രീതിയിൽ ഇതൊരു ട്രംപ് ഇതിനൊരു പര്യവസാനം കാണും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ വാവിട്ട ഡയലോഗുകളെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനെ പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് മാത്രമല്ല ട്രംപിനെതിരെ മറ്റേ കോടതിയുടെ ഒരു എന്താ പറയുന്ന ഒരു ഉത്തരവ് തന്നെ വന്നു. കാരണം ഈ താരിഫ് ശരിയല്ല, നിങ്ങൾക്ക് ഇന്ത്യ പ്രസിഡൻറ്റിന് അത് പിന്നെ നിർണ്ണയിക്കാനുള്ള അധികാരമില്ല എന്ന് ഒരു ഫെഡറൽ കോടതി അവരുടെ വെർഡിക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ സുപ്രീം കോടതി പോകാനുള്ള സാവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. സുപ്രീം കോടതി എതിരായി പോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മേടിച്ച കാശെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് കലുഷിതമാണ്. അപ്പം നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം GSTയുടെ വാർത്തയുടെ പുറത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. 91% ഷോർട്ട് പൊസിഷനാണ് FIAs. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുള്ളത് ഫ്ലാറ്റ് ഓപ്പൺ, ഇത് ശ്രദ്ധിച്ചേക്കണം നിങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് പതുക്കെ അരിഞ്ഞ് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ 24,882 അതായത് 755 ഒരു 150 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ട്രാവൽ ചെയ്തതിന് ശേഷം ഈ 882 മുകളിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞു 15 മിനിറ്റ് നേരം നല്ല ബുള്ളിഷ് സെറ്റപ്പോടുകൂടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലിക്ക് തുടക്കമാകും. അതിൻ്റെ കൺഫർമേഷൻ 24,947 ആയിരിക്കും. ഓക്കെ, ഇതും കടന്നു പോയി കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് റാലി നടക്കും. അതൊരു ഭീകര റാലി ആയിരിക്കും. 25,000 കടന്നൊക്കെ മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷോർട്ട് കവറിങ് തുടങ്ങിയാലും. പക്ഷെങ്കിൽ അതിനുള്ള സാധ്യത വിദൂരമാണ്. കാരണം അവർ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് മാത്രമല്ല ഇന്ന് നാളെ GSTയുടെ ഔട്ട്കം വരത്തുള്ളൂ. കാരണം മാർക്കറ്റിന് ശേഷമാണ് GSTയുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മറ്റന്നാൾ മാത്രമേ വരാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് പൊസിഷൻസ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കാനുള്ള സാധ്യത, കയ്യിരിക്കുന്ന ഷോർട്ട് പൊസിഷൻസൊക്കെ അവർ ഒരു പക്ഷെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇന്ത്യൻ മാർക്കറ്റിലാണ് ഇപ്പോൾ GST എന്ന് പറയുന്ന ഒരു മാർക്കറ്റിന് ഒരു ബൂം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ അങ്ങനെയാണ് പൊസിഷൻസ് ചിലപ്പം എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഷോർട്ട് പൊസിഷനൊക്കെ എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് റാലി നടക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എന്താണ് സംഭവിക്കുന്നത്. 24,947 എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇനിയല്ല ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇതിപ്പോൾ ഫ്ലാറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,947 ശേഷം 25,000 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗ്യാപ്പപ്പിൽ ഓപ്പൺ 24,882 ആ റേഞ്ചിൽ വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഓപ്പൺ ചെയ്ത് തിരിച്ച് വരുമോ, ഇവിടുന്ന് മുകളിലോട്ട് കയറുമെന്ന് നോക്കുക. അങ്ങനെ മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ 25,000
24,947 കടന്ന് പോയാൽ ഒരു പക്ഷെങ്കിൽ എന്ത് ചെയ്യുക, 24,947 കടക്കണം, ഷോർട്ട് കവറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ. ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ 24,882, ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ 24,947. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കണം. ഓക്കെ, അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ നടക്കുന്നു. 25,000 എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശരിക്കും സസൂക്ഷ്മം മാർക്കറ്റിനെ വീക്ഷിച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, വോളറ്റാലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ചില സമയത്തൊക്കെ പല കാര്യങ്ങളും വിട്ടുപോകും പറയാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും സ്ക്രിപ്റ്റ് എഴുതിയല്ല ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ അത് അടുക്കടുക്കായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പറയുമ്പം വരും. ആ പറയുന്ന ഫ്ലോയ്ക്ക് അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അതിനുള്ള സമയമൊന്നും നമുക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും. എങ്കിലും പലപ്പോഴായിട്ട് പല വീഡിയോകളിലായിട്ട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഒത്തിരി കാട് കയറി പോകുന്നില്ല. ബാങ്ക് നിഫ്റ്റിയോട് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് മാർക്കറ്റിൽ ഈ നിഫ്റ്റിയെ അവസാന നിമിഷം ഈ തള്ളൽ, ഈ പുഷ് നടത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലെ HDFC ബാങ്കാണ്. HDFC ബാങ്ക് അവസാന നിമിഷം നല്ല ഒരു റാലി നടത്തി കണ്ടോ. HDFC ബാങ്ക് കറക്റ്റ് നമ്മുടെ ലൈനിലൊക്കെ വന്ന് സപ്പോർട്ട് എടുത്ത് 940 സപ്പോർട്ട് എടുത്തിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചേ, നല്ലൊരു റാലി, ഏകദേശം 942 to 952, ഒരു 15 പോയിൻറ്റിൻ്റെ 12 പോയിൻറ്റിൻ്റെ റാലി എന്ത് ചെയ്തു HDFC ബാങ്ക് നടത്തി. അതിൻ്റെ ഒരു തള്ളലാണ് നമ്മളിവിടെ കണ്ടത്, നിഫ്റ്റിയിൽ ഈ പുഷ് കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അവസാനം നമ്മുടെ ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 54,560. അപ്പോൾ നാളെ എന്ത് സംഭവിക്കാൻ നോക്കുക. ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു പോവുമോ, അത് ഇത് ബ്രേക്ക് ചെയ്തായിട്ട് വരുമോ എന്നുള്ളത് നോക്കുക. നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് വന്ന് നമ്മുടെ ഡേ ക്യാൻഡലിൻ്റെ മുകളിൽ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് കണ്ടോ, നോക്കിക്കേ എന്ത് ഡീസൻ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാൻ സാധ്യതയില്ല. ഈ ട്രെൻഡ് ലൈൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് സെറ്റപ്പോടാണ് മാർക്കറ്റ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫർദർ മൂവ് തരണം എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എനിവേ നമുക്ക് നാളെ നോക്കാം. കാരണം പ്രശ്നകലുഷിതമാണ്, ഒത്തിരി ന്യൂസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഒരുപക്ഷെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി എന്താണ് അടുത്ത് നമ്മുടെ മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ കാര്യം നോക്കാം. മിഡ് ക്യാപ്പ് ഫണ്ടൻ ഈ പറയുന്ന പോലെ തന്നെ ആര് വീണിട്ടും ഞാൻ വീഴത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, ഒരു മേജർ ഇവിടെ നമുക്കൊരു ലൈനൂടെ വരയ്ക്കേണ്ടി വരും. ഒരു ലൈനൂടെ നമുക്ക് വരച്ച് കൊടുത്തു. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവനെ ബ്രേക്ക് ചെയ്ത് പോയാൽ അടുത്ത കടമ്പ 12,840 ഓക്കെ, 12,780 ബ്രേക്ക് ചെയ്ത് പോയാൽ 12,840 ആയിരിക്കും. അതിനുശേഷം അടുത്താണെങ്കിൽ 12,915, പിന്നെ 13,000 എല്ലാം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. സൂക്ഷിച്ച് കണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ പൊസിഷൻസിൻ്റെ സൈസിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ എന്താണ് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതൊക്കെയുള്ള ബോധം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.